ഹായ്, അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവരുടെ കഥയിൽ അല്ലെങ്കിൽ കഥ എഴുതി സംവിധാനം ചെയ്ത് ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഐഡന്റിറ്റി എന്നുള്ളത്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ടോവിനോ, വിനയ് റായ്, അർച്ചന കവി, അതുപോലെ തന്നെ അജു വർഗീസ്, അങ്ങനെയുള്ള ഒരു താരനിരയൊക്കെയാണ് അണിനിരന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ കഥ കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല, എങ്കിലും തുടക്കത്തിൽ കാണിക്കുന്ന കുറച്ച് കാഴ്ചകൾ വെച്ചിട്ട് ഞാനൊരു ഏകദേശം ഒരു ഓൺലൈൻ പറയാം. അതായത് ചിത്രത്തിലെ കഥാനായകൻ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആളാണെന്ന് പറയാൻ സാധിക്കും. അതായത് കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രത്യേക സ്കില്ലുകൾ. കൂടാതെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സ്കെച്ച് ആർട്ടിസ്റ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതായത് ആളുകളുടെ മുഖവും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കാനൊക്കെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്കില്ലാണ്. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ ചിത്രത്തിലെ ഒരു പോലീസ് കഥാപാത്രം, സുപ്രധാന കഥാപാത്രമാണ്. നമ്മുടെ നായികയും കൂട്ടി നായകൻ്റെ അരികിലേക്ക് എത്തുകയാണ്. എന്തിനാണ് നായികയും കൂട്ടി നായകൻ്റെ അരികിലേക്ക് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നായിക ഒരു ക്രൈമിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ക്രൈം ചെയ്ത വ്യക്തിയുടെ മുഖവും നായിക കണ്ടിട്ടുണ്ട്. സോ സ്കെച്ച് ആർട്ടിസ്റ്റിങ്ങിലൂടെ ആ ഒരു മുഖം വരച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രധാന പോലീസ് കഥാപാത്രം ഈ നായികയായിട്ട് നായകൻ്റെ അരികിലേക്ക് എത്തുന്നത്. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നാൽ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. അത്യാവശ്യം ഒരു ബ്രില്യൻസ് നിറഞ്ഞ കഥ തന്നെയായിരുന്നു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടേത്. അത് തന്നെയാണ് എടുത്തു പറയേണ്ടതും. അത്യാവശ്യം കുറച്ച് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കുറച്ച് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തി എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കഥ തന്നെയാണ് സംവിധായകർ. അതായത് സിനിമ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രഡിക്ഷൻ നടത്താനൊന്നും പറ്റില്ല. കഥ മുന്നോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞ് എന്തെങ്കിലും ടേൺ വരികയാണെങ്കിൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഓ ഇതല്ലേ സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നീട് കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു കഥാഗതി തന്നെയായിരുന്നു ചിത്രത്തിൻ്റെത്. അതിനും കുറച്ച് ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ നീറ്റായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ആ ഒരു ഇൻ്റർവെല്ലിലൊക്കെ ഒരു ടിസ്റ്റ് കൊണ്ടുവെക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് നൈസായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റിയെ പറ്റിയും എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പല ഫ്രെയിംസ് ആകട്ടെ, പല സിറ്റുവേഷൻ ആകട്ടെ, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കൊള്ളാമല്ലോ, ഇതൊരു ഇൻ്റർനാഷണൽ ലെവൽ സാധനമാണല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പോവും. അത്തരത്തിലുള്ള ആ ഒരു ഫീലിലേക്ക് സിനിമയെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ ക്രൂവിൻ്റെ ഗംഭീരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു. എടുത്തു പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രഫി ഒരു രക്ഷയില്ല കേട്ടോ. അതായത് സിനിമ ചിലയിടങ്ങളിലൊക്കെ ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വളരെ ലാഗടിപ്പിച്ച് ചിലയിടങ്ങളിലൊക്കെ പോകുന്ന സാഹചര്യം പേഴ്സണലി എനിക്ക് തോന്നി. അങ്ങനെ ലാഗടിച്ചിരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഹൈ മൊമെൻറ്റ് പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന് സൃഷ്ടിക്കുന്നത് ആ ഒരു ആക്ഷൻസ് ഒക്കെ ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു രണ്ടാം പകുതിയിൽ ഒരു കാർ ചേസിങ് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു കാർ ചേസിങ്ങിനകം ആ ഒരു സീക്വൻസ് ആകട്ടെ, ക്ലൈമാക്സിലെ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ടുള്ള ഒരു നെടുനീള ഫൈറ്റ് ഉണ്ട്, ആ ഒരു സീക്വൻസ് ആകട്ടെ, അതൊക്കെ തന്നെ അത്യാവശ്യം സ്റ്റണ്ണിങ് ആയിട്ടാണ് ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന അഖിൽ ജോർജ് ആണ്. ഗംഭീരമായിട്ടുള്ള സ്റ്റണ്ണിങ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു അദ്ദേഹം ക്യാമറയിലൂടെ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ജേക്സ് ബിജോയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ, കൊമേഴ്ഷ്യൽ ഫിലിംസിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ അത്രത്തോളം പീക്ക് ലെവലിലായിരിക്കും. ഈ ഒരു സിനിമയിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ് വർക്ക്. അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ കൂടുതലായിട്ട് പറയണ്ടല്ലോ. സ്റ്റൈലിഷ് ആയിട്ടുള്ള കട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിനിമയെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റൈലിഷ് ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥയുണ്ട്, അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. പിന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് താരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടൊവിനോയുണ്ട്, തൃഷയുണ്ട്, വിനയ് റായ് ഉണ്ട്, പിന്നെ അജു വർഗീസ് ഉണ്ട്, ഷമ്മി തിലകനുണ്ട്, അർച്ചന കവി ഉണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും വലിയ മാരക പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു എന്നും പറയാൻ സാധിക്കില്ല. കാഷ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കൊടുത്താൽ മതി. എങ്കിലും എടുത്തു പറയേണ്ടത് ഒന്ന് ടൊവിനോ, നീറ്റായിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനയ് റായ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഞാൻ ആ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ആണ് എത്തുന്നത്. നല്ല ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. നീറ്റായിട്ട് തന്നെ പുള്ളിക്കാരൻ അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ പ്രകടനങ്ങളും അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലാണ്. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ഒരു മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ മസ്റ്റ് വാച്ച് ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. വലിയ എക്സ്പെക്ടേഷനൊക്കെ ഇല്ലാതെ പോവുകയാണെങ്കിൽ ആ കുഴപ്പമില്ലാത്തൊരു സിനിമ കണ്ടു മടങ്ങാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു, നല്ലൊരു നീറ്റായിട്ടുള്ള അത്യാവശ്യം ഒരു പുതുമയാർന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഹാർഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കഥയുള്ള ഒരു സിനിമയാണ്, മേക്കിംഗ് ഉള്ള സിനിമയാണ്, പ്രകടനങ്ങളുള്ള സിനിമയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ കഥയെ തിരക്കഥയിലൂടെയൊക്കെ ഇങ്ങനെ സ്ക്രീനിലേക്ക് അവതരിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും പലയിടങ്ങളിലും നമുക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ സമ്മാനിക്കുന്നുണ്ട് ഈ ഒരു സിനിമ. അത് പ്രധാനമായിട്ടും രണ്ടാം പകുതിയിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും സിനിമ പലയിടങ്ങളിലും വളരെ എഴഞ്ഞു പോകുന്ന പോലെ, അത് പ്രേക്ഷകരെ സിനിമയുടെ ആ ഒരു കഥയ്ക്കൊത്ത് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്ത പോലെയുള്ള ഫീലുകൾ പലയിടങ്ങളിലും ഈ ഒരു സിനിമ സൃഷ്ടിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ട് പറയേണ്ടത് സിനിമയുടെ എഴുത്തിലൂടെ ചിലയിടങ്ങളിലൊക്കെ തന്നെ വളരെ സ്ട്രെച്ച് ചെയ്താണ് കൊണ്ടുപോകുന്നത്. നമുക്ക് സിനിമയുടെ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ലെങ്ത് സെക്കൻഡ് ഹാഫിൽ വളരെയധികം ഫീൽ ചെയ്യും. അയ്യോ ഈ ഒരു സിനിമ തീരുന്നില്ലോ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ഫീല് തരുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ സിനിമയ്ക്കുള്ളിൽ കുറച്ച് ടേൺസുകൾ അതുപോലെ തന്നെ ചില ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സ് സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അത് കുറച്ചൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോജിക്കൽ ഇറൈസും കാര്യങ്ങളൊക്കെ തോന്നും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു പ്രധാന ട്വിസ്റ്റ് ഉണ്ട്. അതായത് നായകനെ ബന്ധപ്പെടുത്തി ഒരു പ്രധാന ട്വിസ്റ്റ് ക്ലൈമാക്സിൽ കൊണ്ടുവെക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നായകൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനി അങ്ങനെ കൊണ്ടുവെക്കാനുള്ള പ്ലാൻ ആണോ എന്ന് ഞാൻ പേഴ്സണലി മനസ്സിൽ പറഞ്ഞു പോയായിരുന്നു. അതുപോലെ തന്നെ വന്നു. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാള സിനിമയിൽ കൊണ്ടുവെക്കുന്ന ഒരു ട്വിസ്റ്റാണ്. പക്ഷേ ടൊവിനോ ആയതുകൊണ്ട് വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെയും കുഴപ്പമില്ലാതെ അങ്ങോട്ട് മുമ്പോട്ടൊക്കെ പോയി. അത് സിനിമ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫാമിലി ഓഡിയൻസിന് ഈ ഒരു സിനിമ എങ്ങനെ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ അവർക്ക് നൽകുമെന്ന് എനിക്കറിയില്ല. മറിച്ച് ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനാഷണൽ ഫിലിംസ് ഒക്കെ കാണുന്നതാണ്, കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന സിനിമയാണെങ്കിലും കുറച്ച് നല്ല കിഡിലൻ മേക്കിങ്ങും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയും ഒക്കെ മതി എന്നൊക്കെയുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവം എന്നൊന്നും പറയാനില്ല, എന്നാൽ കുഴപ്പമില്ല, ഒരു വട്ടം കാണാം എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ഒരു സിനിമയെ പറ്റിയുള്ളത്. പിന്നെ ഒരു സിനിമ കുടുംബക്കായിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ളിൽ 18+ കണ്ടന്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള കണ്ടന്റ് ഉണ്ട്, പക്ഷേ അതെല്ലാം തന്നെ ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. സോ ഫാമിലി ആയിട്ടിരുന്ന് കാണാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പേ റേറ്റിംഗ് പറഞ്ഞല്ലോ, ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10.6. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.